നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് പ്രവാസികളെ എന്നതിൽ സംശയമില്ല. ജിസിസി മേഖലയിൽ കൊറോണ വ്യാപനം തുടങ്ങിയ ആദ്യ നാളുകളിൽ ഉണ്ടായ കനത്ത തിരിച്ചടികളും വെല്ലുവിളികളിൽ നിന്നും കരകയറാൻ പ്രവാസികൾക്ക് നന്നേ പാടുപെട്ടു. ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ പ്രവാസികൾ വലഞ്ഞത് നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു. പിന്നെ കൊറോണ മൂലം പ്രവാസ ലോകത്ത് നിന്ന് ആദ്യ മരണം രേഖപ്പെടുത്തിയതും മലയാളിയുടേത് തന്നെയായിരുന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്ന ലക്ഷ്യം എന്നത് എങ്ങനെയും നാടണയുക എന്നത് മാത്രമാണ്. പ്രവാസ ലോകം സാധാരണ നിലയിലേക്ക് കടക്കുമ്പോൾ പ്രവാസികളും തിരികെ എത്തി തുടങ്ങി. മടങ്ങിയവരിൽ 10,000-കണക്കിന് പ്രവാസികൾ തിരികെ എത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പലരും മടങ്ങാൻ അവസരം കാത്തു നിൽക്കുന്നു. എയർ ബബിൾ കരാർ പ്രകാരം സർവീസുകൾ ആരംഭിച്ചുവെങ്കിലും കുവൈറ്റിലേക്ക് ഇന്ത്യക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ കുവൈറ്റിലേക്ക് കടക്കാൻ പലരും സർവീസുകൾ അനുവദനീയമായ രാഷ്ട്രങ്ങളിൽ നിന്ന് 14 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ് കുവൈറ്റിലേക്ക് യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴിതാ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ച മലയാളികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ UAE പ്രയാസത്തിൽ. ദുബായിൽ നിന്നും മറ്റും കുവൈത്തിലേക്കുള്ള വിമാന നിരക്ക് വൻതോതിൽ വർദ്ധിച്ചതാണ് പലരെയും വെട്ടിലാക്കിയത്. നാട്ടിൽ നിന്നും UAE-ലെത്തി കുവൈറ്റിലേക്ക് നേരിട്ട് ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചവരാണ് ദുരിതത്തിലായത്. ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ട് കുവൈറ്റിലേക്ക് വരാൻ വിലക്കുള്ളത് കൊണ്ടാണ് മലയാളികളും മറ്റും UAE ഇടത്താവളമാക്കി മാറ്റാൻ നിർബന്ധിതമായിരിക്കുന്നത്. പ്രതിസന്ധി തീർക്കാൻ ഉന്നതതല ഇടപെടൽ വേണമെന്നാണ് കുവൈറ്റ് പ്രവാസികളുടെ ആവശ്യം.